ഇന്നലെ അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊന്നും ഏട്ടന് ചിലപ്പോൾ ഓർമ്മ കാണില്ല. ഇനി നിങ്ങളായിട്ട് അത് ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട. കേട്ടല്ലോ കുഞ്ഞി, നിന്നോടും കൂടിയാ. അയ്യോ, ഞാൻ ഒന്നും പറയൂല. ഈശ്വര, 8 മണിയായല്ലോ. ഇനിയിപ്പോ കട തുറക്കാൻ വൈകുമല്ലോ. ഇന്ന് നേരത്തെ നേരം വെളുത്തോ? ഗുഡ് മോർണിംഗ് ഏട്ടാ. ഗുഡ് മോർണിംഗ്. ഏട്ടാ ചായ. ചായ വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഒന്ന് തിരുമ്പി തന്നെ. നല്ല വേദന. അത് ഇന്നലെ അമ്പലത്തിൽ തിടമ്പെടുത്തില്ലേ, അതിന്റെയാവും. തിടമ്പെടുക്കുന്ന ആദ്യമായിട്ടാണോ? ഇത് അതിന്റെ ഒന്നും അല്ല, വേറെ എന്തോ ഒരു വേദനയുണ്ട്. ഓക്കെ, എന്തോ ഓക്കെ. അത് രത്നച്ചിന്റെ ഒരു ഹെയർ ബാൻഡ് ചോദിച്ചിരുന്നു. അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാ അല്ലേ? പിന്നെ ഹെയർ ബാൻഡ് വെച്ചോണ്ടാണല്ലോ അവള് പിള്ളേരെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. നിന്റെ മുഖത്ത് തന്നെ കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഒന്നുമില്ല. ഇരിക്കോ, ഇരിക്കും. ഏട്ടന്റെ കുഞ്ഞിപ്പെണ്ണ് ഏട്ടന്റെ തല്ലിത്തൊട്ട് സത്യം ചെയ്തേ. സത്യം പറ. അതേട്ടാ, നിന്റെ മുഖത്ത് മാത്രമല്ല, ഈ നിൽക്കുന്ന എല്ലാത്തിന്റെ മുഖത്ത് കള്ള ലക്ഷണമുണ്ട്. കള്ളം പറയുന്നത് തെറ്റാണെന്ന് അറിയില്ലേ? അറിയാം. പറ, എന്താ കാര്യം? പറയടി. അത് ഇന്നലെ ഉത്സവത്തിനൊരു സംഭവം നടന്നു. ഏട്ടാ ഏട്ടാ, നിങ്ങളുടെ ദേഹത്ത് ഒരാൾ കൈവച്ചാലേ അത് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവന്മാർക്ക് ഇട്ടതിന് ശരിക്കും കൊടുത്തതാ. ഏട്ടൻ ഇപ്പൊ ഓർക്കാഞ്ഞിട്ടാ. ഇന്നലത്തെ കാര്യം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇനി നടക്കാൻ പോകുന്ന കാര്യം എനിക്കും അവന്മാർക്കും നല്ലപോലെ ഓർമ്മയുണ്ടാവും. നിങ്ങൾ വിട്ടെ. ആരാ നോക്കി? ആരാ? അപ്പച്ചിയാ. അപ്പച്ചി. ഗിരി, നീ എവിടെയാ? കടയിലാണോ? അല്ല, ഞാൻ വീട്ടിലാ. നീ വേഗം വീട്ടിലോട്ട് വാ, പപ്പേട്ടൻ നിന്നെ അന്വേഷിക്കുന്നു. ഞാൻ വരാം. ശരി. ആ ധർമ്മരാജന്റെ ഗുണ്ടകളെ ഞാൻ പിന്നീട് പോയി കണ്ടോളാം. അപ്പൊ വലിയേട്ട അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞു വന്നേക്കല്ലോ. കേട്ടല്ലോ? അമ്മാവൻ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്ന് പോയി കാണട്ടെ.